ബലൂജ് ലിബറേഷൻ ആർമി രൂപീകരിക്കുന്നത് 2000-ലാണ്. അത് KGB ആണ് അതിന് രൂപം കൊടുത്തത് എന്നാണ് പറയുന്നത്. പഴയ സോവിയറ്റ് യൂണിയനിലെ KGB ആണ് അത് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. സാഷ എന്നും മിഷ എന്നും വിളിക്കുന്ന 2 പേർ, അവരുടെ കോഡ് നെയിം ആയിരിക്കാം അത്, KGBയുടെ ഏജൻസ് ആണ്. അവരാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമി ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അവർക്ക് പ്രധാനമായും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബലൂജ് എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ ബലൂജ് ലിബറേഷൻ ആർമിയിൽ പ്രവർത്തിക്കുന്ന പലരുടെയും വളരെ കേന്ദ്രമായി പറയപ്പെടുന്നത് ഈ അഫ്ഗാനിസ്ഥാനിലെ തെക്കൻ പ്രദേശങ്ങളാണ്. അവിടെയാണ് അവരുടെ സേഫ് ഹൈഡ് ഔട്ട്സ് എന്നാണ് പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അവിടെയുള്ള, അതായത് ബലൂചിസ്ഥാൻ പ്രവിശ്യ എന്ന് പറയുന്നത് ധാരാളം ധാതു സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ചൈനീസ് കമ്പനികളും പാകിസ്ഥാനുകളും പ്രധാനമായും അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നു, ചൂഷണം നടത്തുന്നു, തങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകുന്നു. അവിടെ തങ്ങളുടെ യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല, തങ്ങളെ പൂർണ്ണമായും തഴയപ്പെടുന്നു എന്നുള്ള അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമി അവിടെ പ്രവർത്തിക്കുന്നത്. ഈ ബലൂജ് ലിബറേഷൻ ആർമി ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വിരോധം വളർന്നു വരുന്നുണ്ട്. അത് സാവധാനം അതൊരു വലിയ പാകിസ്ഥാനെതിരെയുള്ള ഒരു മൂവ്മെന്റായി, ഒരു പ്രക്ഷോഭമായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആഭ്യന്തരമായി ഇക്കാര്യത്തിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, ആശങ്കാകുലരാണ്. ബലൂജ് ലിബറേഷൻ ആർമി പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനു മുമ്പ് ഒരു ട്രെയിൻ തന്നെ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിറയെ ഉണ്ടായിരുന്ന സൈനികരെ മുഴുവൻ, ആ ട്രെയിനിൽ കൂടുതലും സൈനികരുണ്ടായിരുന്നെന്നും ആ സൈനികരെ മുഴുവൻ വകവരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദ ലോകത്തെമ്പാടും കയറ്റി അയക്കുന്ന ഈ പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ തന്നെ തിരിച്ചടി ഈ സമയത്ത് കിട്ടുന്നു എന്നുള്ളത് ഇന്ത്യക്ക് ഒരല്പ ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. ഒരു വ്യക്തിയെയും കൊല്ലുന്നത് ഇഷ്ടപ്പെടുന്ന രാജ്യമല്ല, ഒരു വ്യക്തിയും വധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന രാജ്യമല്ല ഭാരതമെങ്കിൽ ഇപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. തങ്ങൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് തങ്ങളുടെ സൈന്യം ഉയർത്ത വെല്ലുവിളിക്ക് പാകിസ്ഥാൻ മറുപടി പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് സാധാരണ ജനങ്ങളെ കൊന്നുകൊണ്ടാണ്. ഇങ്ങനെ ഒരു പാകിസ്ഥാനെ ഈ ഭൂമുഖത്തിൽ എന്തിന് നിർത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ മനസ്സിൽ കരുതുന്നത്. എന്തായാലും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിക്ക് തീരുമാനമെടുക്കുകയാണ്. ബലൂജ് ലിബറേഷൻ ആർമി നടത്തുന്ന ഈ മുന്നേറ്റങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാകിസ്ഥാന് കഴിയില്ല. എന്തായാലും പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴുതി വീഴുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.